ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡറിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. 03/08/2021 എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മന്ത് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ബാച്ച് കോഴ്സ് റണ്ണിങ് ആണ്. ഓക്കെ, ഒരു പുതിയ ബാച്ച് കോഴ്സ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ടെലഗ്രാമിലാണ് വരുന്നത്. 2 മന്തിലെ ക്രാഷ് കോഴ്സാണ്, റെക്കോർഡഡ് ക്ലാസ് ആണ്, ലൈവ് ഒന്നുമില്ല. വീഡിയോസൊക്കെ ഏത് ടൈമിങ്ങിലും കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ PDF നോട്ട്സും കിട്ടും, ഓരോ ടോപ്പിക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഈസ് സോൾട്ട് വാട്ടർ ഓൺ എർത്ത്? ഓക്കെ, നമ്മുടെ എർത്തിൽ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ, എത്ര പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഉണ്ട്, സോൾട്ട് വാട്ടർ നമ്മുടെ എർത്തിൽ എത്രയാണ്? 67% ആണോ, 77 ആണോ, 87 ആണോ, 97 ആണോ? ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, 97%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രീ സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ is relatively costly, has many valves, make determination of discharges and pressure difficult, causes stagnation of water. ഓക്കെ, അപ്പോൾ നമ്മളെ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിലെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് സിസ്റ്റംസ് ഓഫ് വാട്ടർ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ വരുന്നതാണ് ട്രീ വരുന്നുണ്ട്, അതുപോലെ ട്രീ അല്ലെങ്കിൽ നമുക്ക് ഡെഡ് എൻഡ് സിസ്റ്റം എന്ന് പറയാം, റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഗ്രിഡ് സിസ്റ്റം, റേഡിയൽ സിസ്റ്റം. നമ്മൾ ഇതിൻ്റെയൊക്കെ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ദ ട്രീ സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈസ് റിലേറ്റീവ്ലി കോസ്റ്റ്ലി ആണോ, ഹാസ് മെനി വാൽവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മേക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് പ്രഷർ ഡിഫിക്കൽട്ട് ആണോ, അതോ കോസസ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ? ഇതാണ് ട്രീ സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കോസസ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് സ്യൂട്ടഡ് ടു എ സിറ്റി ഗ്രോയിങ് ഇറഗുലർലി ഈസ്? The system of water distribution which is suited to a city growing irregularly is ട്രീ സിസ്റ്റം ആണോ, റേഡിയൽ ആണോ, ഗ്രിഡ് അയൺ ആണോ, റിംഗ് സിസ്റ്റം ആണോ? ഏത് സിസ്റ്റമാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ട്രീ സിസ്റ്റം ആണ് വരുന്നത്. ഓക്കെ, ഇത് ട്രീ സിസ്റ്റം ആണ്. നമ്മൾ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് സ്യൂട്ടഡ് ടു എ സിറ്റി ഗ്രോയിങ് ഇറഗുലർലി ഈസ് ട്രീ സിസ്റ്റം ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബൈ ഗ്രാവിറ്റി വഴിയുള്ള ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷനെ പറയുന്നത് ഈസ് നോട്ട് റിലയബിൾ ആണോ, കോസ്റ്റ്ലി ആണോ, അത് സ്യൂട്ടബിൾ ഇഫ് സോഴ്സ് ഓഫ് വാട്ടർ ഈസ് അറ്റ് സഫിഷ്യൻറ്റ് ഹൈറ്റ്, വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആണ്, നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സഫിഷ്യൻറ്റ് ഹൈറ്റിലാണെങ്കിൽ. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ എ സർഫസ് ഈസ് ഹൊറിസോണ്ടൽ? ഇപ്പോൾ സർഫസ് ഹൊറിസോണ്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? പ്ലം ബോബ് ആണോ, പ്ലംബ് റൂൾ ആണോ, സ്പിരിറ്റ് ലെവൽ ആണോ, മേസൺ സ്ക്വയർ ആണോ? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സ്പിരിറ്റ് ലെവൽ. ഓക്കെ, നമ്മുടെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊക്കെ പഠിക്കാം, അതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ബ്രിക്സ് ആർ യൂസ്ഡ് വെയർ കൺസ്ട്രക്ഷൻ ഹാസ് ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ? ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഹാസ് ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാൻ ഏത് ടൈപ്പ് ഓഫ് ബ്രിക്ക് ആണ് യൂസ് ചെയ്യുന്നത്? കോൺക്രീറ്റ് ബ്രിക്സ് ആണോ, ഫ്ലൈ ആഷ് ബ്രിക്സ് ആണോ, അതോ ഫയർ ക്ലേ ബ്രിക്സ് ആണോ, ഗ്ലേസ്ഡ് ബ്രിക്സ് ആണോ? ഏത് ബ്രിക്സ് ആണോ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഫയർ ക്ലേ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എന്താണ്, കൺസ്ട്രക്ഷൻ ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ബൈ വിച്ച് ബ്രിക്സ് ആർ ജോയിൻഡ്? ബ്രിക്സിനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേര് ബേസ് ആണോ, ബോണ്ട് ആണോ, ബാൻഡ് ആണോ, ബൈറ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ബോണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ബോൺസ് പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ബോൺസ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രിക്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ മിനിമം ഡാഷ്? ഈ ബ്രിക്സ് ഒക്കെ എന്തിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ടെൻസൈൽ സ്ട്രെങ്ത് ആണോ, കംപ്രസീവ് സ്ട്രെങ്ത് ആണോ, ഷിയർ സ്ട്രെങ്ത് ആണോ, ടോർഷണൽ സ്ട്രെങ്ത് ആണോ? എന്തിൻ്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ ബേസിലാണ് നമ്മുടെ ബ്രിക്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിക്സ് ലെയ്ഡ് ലെങ്ത് വൈസ് ഫ്രം ഡാഷ്? ബ്രിക്സ് ലെങ്ത് വൈസ് ലെയ്ഡ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി ക്ലാസ്സിൽ. സ്ട്രെച്ചർ ബോണ്ടാണോ, ഹെഡർ ബോണ്ടാണോ, ഫ്ലെമിഷ് ബോണ്ടാണോ, സോൾഡിയർ ബോണ്ടാണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, സ്ട്രെച്ചർ ബോണ്ടാണ്. ലെങ്ത് വൈസിൽ ലേ ചെയ്യുന്ന ഏത് ബോണ്ടാണ്? സ്ട്രെച്ചർ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, എ ബോണ്ട് ഓഫ് ബ്രിക്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് സ്ട്രെച്ചേഴ്സ്? ഓൾട്ടർനേറ്റ് ആയിട്ട് സ്ട്രെച്ചേഴ്സും ഹെഡേഴ്സും വരികയാണെങ്കിൽ അത് ഏത് ബോണ്ടായിരിക്കും? ഫ്ലെമിഷ് ആണോ, സോൾഡിയർ ആണോ, ഇംഗ്ലീഷ് ആണോ, ഫ്രഞ്ച് ബോണ്ടാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ഇംഗ്ലീഷ് ബോണ്ട്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് ആസ്ബെറ്റോ സിമെൻറ്റ് ഈസ് ബാൻഡ് ഇൻ സം കൺട്രീസ് ബിക്കോസ്?
ചില കൺട്രീസിൽ ആസ്ബറ്റോ സിമെൻറ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ടു കോസ്റ്റ്ലി ആണോ, ഹൈലി കൊറോസീവ് ആണോ, കനോട്ട് ബി റിപ്പയർഡ് ഈസിലി ആണോ, ഇറ്റ് ലെഡ് ടു ഹെൽത്ത് പ്രോബ്ലംസ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ചില കൺട്രീസിൽ ആസ്ബറ്റോ സിമെൻറ്റ് ബാൻ ചെയ്തിട്ടുള്ളത്, നിർത്തലാക്കിയിട്ടുള്ളത്. അത് 12ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റോൺ വയർ പൈപ്സ് ഹാവ് നോ ഗ്രൂവ്സ് അറ്റ് ദെയർ എൻഡ്സ്, ഡു നോട്ട് ഗീവ് റിംഗിങ് സൗണ്ട്, ഹാവ് സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് എൻഡ്സ്, ഹാവ് ഗ്ലേസിംഗ് അറ്റ് സ്പൈഗോട്ട്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, ഹാവ് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് എൻഡ്സ്. നമ്മുടെ സ്റ്റോൺ വയർ പൈപ്പിൽ ഹാവ് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് എൻഡ്സും ഉണ്ട്. ഓക്കെ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. CI പൈപ്സ് ആർ മാനുഫാക്ചർഡ് യൂസിങ്. CI പൈപ്പ് ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, ഗ്രേ കാസ്റ്റ് അയൺ ആണ്. അതായത് CI പൈപ്പ്, CI എന്ന് പറയുമ്പോൾ കാസ്റ്റ് അയൺ പൈപ്പാണ്. അത് മാനുഫാക്ചർ ചെയ്യുന്ന യൂസിങ് ഗ്രേ കാസ്റ്റ് അയൺ ആണോ, വൈറ്റ് കാസ്റ്റ് അയൺ ആണോ, മാലിബിൾ കാസ്റ്റ് അയണോ, ഡക്റ്റൈൽ കാസ്റ്റ് അയൺ ആണോ? ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഗ്രേ കാസ്റ്റ് അയൺ ആണ്. നമ്മുടെ ഈ CI പൈപ്പ്, കാസ്റ്റ് അയൺ പൈപ്പ് മോസ്റ്റ്ലി യൂസ്ഡ് ആസ് പ്രഷർ പൈപ്പാണ്. പ്രഷർ പൈപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഫോർ ട്രാൻസ്മിഷൻ ഓഫ് വാട്ടർ, ഗ്യാസ്, സ്വീവേജ് ആൻഡ് ആസ് വാട്ടർ ഡ്രെയിനേജ് പൈപ്പായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ CI പൈപ്പ്? കാസ്റ്റ് അയൺ പൈപ്പിൻ്റെ യൂസ് മെയിൻലി ഞാൻ പറഞ്ഞു, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മാനുഫാക്ചർ യൂസിങ് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. ഓക്കെ. ഒരു പ്രഷർ പൈപ്പായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് വാട്ടർ, ഗ്യാസ്, സീവേജ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പൺ പൈപ്സ് ആർ മാനുഫാക്ചർഡ് ബൈ യൂസിങ് മെറ്റൽ മൗൾഡ്, സാൻഡ് മൗൾഡ്സ്, ക്ലേ മൗൾഡ്, നോൺ റൊട്ടേറ്റിംഗ് മൗൾഡ്സ്. എങ്ങനെയാണ് സ്പൺ പൈപ്സ് മാനുഫാക്ചർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ യൂസിങ് മെറ്റൽ മൗൾഡ്സ്. എന്താണ് സ്പൺ പൈപ്സ് എന്ന് വെച്ചാൽ? നമ്മൾ ഈ സ്പൺ പൈപ്സ് എന്ന് വെച്ചാൽ ഒരു റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്പൺ പൈപ്സ് ആണ്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 1000 mm വരും. ഓക്കെ. 1000 mm ആണ് ഡയമീറ്റർ വരുന്നത്. ഇത് മെയിൻലി യൂസ് ചെയ്യും നമ്മൾ വാട്ടർ ഡ്രെയിനേജ്, സ്വീവേജ്, അതുപോലെ കേൾവേർട്സ്, ഇറിഗേഷൻ പർപ്പസിലൊക്കെയാണ് ഈ പൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെയ്ഡ് ഫ്രം സിമെൻറ്റ്, കൊയാസ് ആൻഡ് ഈ ഫൈൻ അഗ്രിഗേറ്റും സാൻഡും ചെറിയ മൈൽഡ് സ്റ്റീലും അതുപോലെ HT റോഡ്സും ബാറൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് മാനുഫാക്ചർ ബൈ യൂസിങ് മെറ്റൽ മൗൾഡ്സ് നമുക്ക് ഇത് വെച്ച് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. കൂടുതലും ഉപയോഗിക്കുന്ന മെറ്റൽ മൗൾഡ്സ് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഹെംപ് പാക്കിംഗ് ഇൻ പൈപ്പ് ജോയിൻറ്റിങ്? ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് പൈപ്സ് ആണോ, ടു പ്രിവെൻറ്റ് ക്രാക്കിംഗ് ഓഫ് പൈപ്സ് ആണോ, ടു കീപ് ദ ജോയിൻറ്റ് വാട്ടർ ടൈറ്റ് ആണോ, ടു എൻഷുവർ സ്മൂത്ത് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആണോ? എന്താണ്? ടു കീപ് ദ ജോയിൻറ്റ് വാട്ടർ ടൈറ്റായിട്ട് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ഹെമ്പ് പാക്കിംഗ് ഉപയോഗിക്കുന്നത്. ഈ പ്ലംബേഴ്സ് ഹെമ്പ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലാക്സ് എന്നൊക്കെ അനദർ നെയിം ഫ്ലാക്സ് ആണ്, FLAX. ഇതൊരു അനദർ നെയിം. ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത് നമ്മൾ സീലറിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്തിനാണ് ഈ ഒരു മെയിൻലി ദ യൂസ് ഓഫ് ഹെമ്പ് പാക്കിംഗ് എന്ന് വെച്ചാൽ ടു കീപ് ദ ജോയിൻ്റ് ഒക്കെ നല്ല വാട്ടർ ടൈറ്റായിട്ട് വയ്ക്കാൻ വേണ്ടി. അടുത്ത് കാർബൺ കണ്ടൻറ്റ് ഇൻ കോൾഡ് ചിസലിലുള്ള കാർബൺ കണ്ടൻറ്റ് എത്രയാണ്? 0.6 to 0.7% ആണോ, 0.85 to 0.95 ആണോ, 1 to 1.2 ആണോ, 1.2 to 1.4 ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, 1 to 1.2% ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസൈറബിൾ ഹാർഡ്നസ് ഇൻ എ ഫയൽ ഈസ് ജനറലി. ഒരു ഫയൽ നമ്മുടെ ഡിസൈറബിൾ ഹാർഡ്നസ് എന്ന് പറയുന്നത് 30 HRC ആണോ, 45 ആണോ, 60 ആണോ, 80 ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ്, 60 HRC. എന്ന് പറയുമ്പോൾ ഹാർഡ്നസ് കമ്പാരിസൺ ആണ്. ഓക്കെ. അപ്പോൾ ഡിസൈഡ് ഹാർഡ്നസ് ഇൻ എ ഫയൽ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ജനറലി ഒരു 60 HRC വരും. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ അലോയ് ആണ്? കോപ്പർ ആൻഡ് ടിൻ, ലെഡ് ആൻഡ് ടിൻ, കോപ്പർ ആൻഡ് സിങ്ക്, കോപ്പർ ആൻഡ് ലെഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, കോപ്പർ ആൻഡ് ടിൻ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റൽ ക്യാൻ ബി റോൾഡ് ഇൻ ടു ഷീറ്റ്. മെറ്റൽസിനെ തിൻ ഷീറ്റ്സ് ആയിട്ട് റോൾ ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെ പറയുന്ന പേര് എന്താണ്? ഇലാസ്റ്റിസിറ്റി ആണോ, മാലിബിലിറ്റി ആണോ, ഡക്റ്റിലിറ്റി ആണോ, ടെനസിറ്റി ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, മാലിബിലിറ്റി ആണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ക്രെയിൻ ഹുക്സ് ആർ മെയ്ഡ് ഓഫ് റോട്ട് അയൺ ആണോ, ഹൈ കാർബൺ സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീൽ, കാസ്റ്റ് അയൺ? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, റോട്ട് അയൺ ആണ്. ക്രെയിൻ ഹുക്സ് ഉണ്ടാക്കിയിരിക്കുന്ന റോട്ട് അയൺ കൊണ്ടാണ്. ഓക്കെ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഈസ് കൊറോഷൻ റെസിസ്റ്റൻസ്? താഴെ തന്നിരിക്കുന്നതിൽ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് ഏതാണ്? അലുമിനിയം, ടിൻ, കോപ്പർ, മൈൽഡ് സ്റ്റീൽ. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ടിൻ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് അലോയ്സ് ക്യാൻ റെസിസ്റ്റ് സോൾട്ട് വാട്ടർ കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അലോയി ഏതാണ്? ബ്രാസ്, ഗൺ മെറ്റൽ, സിങ്ക് അലോയ്, നിക്കൽ, ക്രോമിയം അലോയ്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സിങ്ക് അലോയ് ആണ്. സിങ്ക് അലോയ്. അടുത്ത 23. എ പോർഷൻ ഓഫ് ദി പ്ലംബിംഗ് സിസ്റ്റം ദാറ്റ് റിസീവ് ഡിസ്ചാർജസ് ഓഫ് ഓൾ സോയിൽ ആൻഡ് വേസ്റ്റ് സ്റ്റാക്ക് വിത്തിൻ ദ ബിൽഡിംഗ് ആൻഡ് കൺവേസ് ദ സെയിം ടു ഹൗസ് വിയർ ഈസ് കോൾഡ് ഡാഷ്. ഏതാണ്? ഒരു ബിൽഡിംഗ് പ്ലംബിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജസ് ഓഫ് ഓൾ സോയിലും വേസ്റ്റ് സ്റ്റാക്കിൻ്റെയൊക്കെ വിത്തിൻ ദ ബിൽഡിംഗ് ഡിസ്ചാർജസ് ഒക്കെ റിസീവ് ചെയ്യും. എന്നിട്ട് അത് എങ്ങോട്ട് ചെയ്യും? കൺവൈസ് ദ സെയിം ടു ദ ഹൗസ് വിയറിലോട്ട് തന്നെ കൊടുക്കും. അത് ഏതാണ്? ഹൗസ് ഡ്രെയിൻ ആണോ, സോയിൽ ഡ്രെയിൻ ആണോ, വേസ്റ്റ് ഡ്രെയിൻ ആണോ, മെയിൻ ഡ്രെയിൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഹൗസ് ഡ്രെയിൻ ആണ്.
ഓക്കെ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻസ്റ്റാൾഡ് ഇൻ എ ഹൗസ് ഡ്രെയിൻ ഇമ്മീഡിയറ്റ്ലി ഇൻസൈഡ് ദ ഫൗണ്ടേഷൻ വാൾ ഓഫ് ദി ബിൽഡിംഗ്. ഇറ്റ് ഈസ് കോൾഡ് സോയിൽ ട്രാപ്പാണോ, മെയിൻ ട്രാപ്പാണോ, ഹൗസ് ട്രാപ്പാണോ, വേസ്റ്റ് ട്രാപ്പാണോ? ഓക്കെ, ഒരു ഡിവൈസാണ് നമ്മുടെ ഹൗസ് ഡ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി ഇൻസൈഡ് ദ ഫൗണ്ടേഷൻ വാൾ ഓഫ് ദി ബിൽഡിംഗ്. ഇറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സോയിൽ ട്രാപ്പ്. ഓക്കെ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ കേസ് റെയിൻ വാട്ടർ ഈസ് ഡിസ്ചാർജ് ഇൻ ടു സീവർ ഇറ്റ് ഈസ് കണക്റ്റഡ് ബിഫോർ. ഇപ്പോൾ നമ്മുടെ റെയിൻ വാട്ടർ നമ്മുടെ സീവറിനകത്തോട് ഡിസ്ചാർജ് ആയാൽ നമ്മളിതിനെ മുന്നേ ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ഇറ്റ് ഈസ് കണക്ട് ബിഫോർ മാൻ ഹോൾ ആണോ, ചാമ്പർ ആണോ, ഗള്ളി ട്രാപ്പാണോ, ബെൻഡാണോ? അപ്പോൾ ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഗള്ളി ട്രാപ്പ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഡിസൈഡ് ടു അലോ ടു ഇൻസ്റ്റാൾ ഓർ നോട്ട് ടു ഇൻസ്റ്റാൾ ഇൻ്റർസെപ്റ്റേഴ്സ് ഇൻ ഹൗസ് കണക്ഷൻസ്? ഹൗസ് ഓണർ ആണോ, പ്ലംബർ ആണോ, ലോക്കൽ ബോഡി ആണോ, കോൺട്രാക്ടർ ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ലോക്കൽ ബോഡി. ഓക്കെ. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഷൻ ഓഫ് BSP ത്രെഡ്. BSP ത്രെഡിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പിച്ച്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പമ്പ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പില്ലർ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ഗേജ്. ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ഗേജ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റൂട്ട് ആൻഡ് ക്രസ്റ്റ് ഓഫ് ദി ത്രെഡ് ഈസ് കോൾഡ്. The perpendicular distance between the root and crest of the thread is called angle, depth, flank, gauge. It is option B depth. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ. സോൾവെൻറ്റ് വെൽഡഡ് പൈപ്പ് ജോയിൻറ്റ് ഷുഡ് നോട്ട് ബി പ്രഷർ ടെസ്റ്റഡ് അണ്ടിൽ. സോൾവെൻറ്റ് വെൽഡഡ് ആയിട്ടുള്ള പൈപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി പ്രഷർ ടെസ്റ്റഡ് ആണ് അണ്ടിൽ എത്ര അവേഴ്സ് കഴിഞ്ഞിട്ട്? 6 ആണോ, 12 ആണോ, 18 ആണോ, 24 ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ എ 6 hours. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ബെൻഡിങ് മെഷീൻ ഈസ് യൂസ് ടു ബെൻഡ് GI ഓർ MS പൈപ്പ് വിത്തൗട്ട് സാൻഡ് ഫില്ലിംഗ് ടു എനി ഡയറക്ഷൻ? ഏത് ടൈപ്പ് ഓഫ് ബെൻഡിങ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്? GI പൈപ്പ്, അതുപോലെ നമ്മുടെ MS പൈപ്പൊക്കെ വിത്തൗട്ട് സാൻഡ് ഫില്ലിംഗ് ടു എനി ഡയറക്ഷൻ. പോർട്ടബിൾ ആണോ, പോർട്ടബിൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ആണോ, ബെഞ്ച് ടൈപ്പ് ഹാൻഡ് ഓപ്പറേറ്റഡ് ആണോ, ഹൈഡ്രോളിക് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ഹൈഡ്രോളിക് ടൈപ്പ് ബെൻഡിങ് മെഷീനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ പൈപ്പ് ഫിറ്റിംഗ് യൂസ് ടു കണക്ട് എ സർവീസ് പൈപ്പ് ടു വാട്ടർ മെയിൻ ഈസ് കോൾഡ്. The pipe fitting used to connect a service pipe to water main is called adjusting screw, bleed screw, coupling ferrule. It is option D ferrule. എന്താണ് ഫെറൂൾ എന്ന് വെച്ചാൽ ഒരു പൈപ്പ് ഫിറ്റിംഗ് ആണ്. നമ്മുടെ സർവീസ് പൈപ്പിനെ വാട്ടർ മെയിനിലോട്ട് കണക്ട് ചെയ്യുന്ന ആ പൈപ്പ് ഫിറ്റിങ്ങിനെ പറയുന്ന പേരാണ് ഫെറൂൾ. അത് അതർ നെയിം ഓഫ് സ്ലൂയിസ് വാൽവ്. സ്ലൂയിസ് വാൽവിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതർ നെയിം ഓഫ് സ്ലൂയിസ് വാൽവ് സ്റ്റോപ്പ് കോക്ക്, ബിപ്പ് കോക്ക്, പില്ലർ കോക്ക്, പുഷ് കോക്ക്. ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ എ സ്റ്റോപ്പ് കോക്ക്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ. IS 22401/1973 ഈസ് ഫോളോഡ് ബൈ. ഏതാണ് പറയുന്നത് ഈ IS റൂള്? ഏതിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ടർ സപ്ലൈ പൈപ്പാണോ, വാട്ടർ മീറ്റർ ആണോ, വാട്ടർ ഹാമർ ആണോ, ക്വാളിറ്റി ഓഫ് വാട്ടർ ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി വാട്ടർ മീറ്റർ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ. ബൈ യൂസിങ് ഓഫ് PVC പൈപ്പ് കണക്ഷൻ ഫെറൂൾ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫെറൂൾ? വുഡാണോ, സെറാമിക് ആണോ, ഗ്ലാസ് ആണോ, മെറ്റൽ ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി മെറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ. ദ കളർ ഓഫ് വാട്ടർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് എ ഡാഷ്. എന്തിനാണ് നമ്മുടെ വാട്ടറിൻ്റെ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് എന്തിലാണ്? സിലിക്ക സ്റ്റീലിലാണോ, പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലാണോ, PH സ്കെയിലാണോ, കണ്ടക്ടിവിറ്റി സ്കെയിലാണോ? ഏതാണ്? ഇറ്റ് ഇസ് ഏതിലായിരിക്കും? ഇറ്റ് ഇസ് ഓപ്ഷൻ നമ്മുടെ വാട്ടറിൻ്റെ കളർ എക്സ്പ്രസ് ചെയ്യുന്ന ഏതിലായിരിക്കും? വാട്ടറിൻ്റെ കളർ എക്സ്പ്രസ് ചെയ്യുന്ന ഏതിലായിരിക്കും? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി ആണോ സി ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. പ്ലാറ്റിനം കൊബാൾട്ട് സ്കെയിലാണോ അതോ PH സ്കെയിലാണോ? ഇത് രണ്ടിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം പെർമിസിബിൾ ഫ്ലൂറിൻ കണ്ടൻറ്റ് ഇൻ വാട്ടർ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് ഈസ്. ഫ്ലൂറിൻ കണ്ടൻറ്റ് ഇൻ വാട്ടർ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.15 ആണോ, 1.5 ആണോ, 15 ആണോ, 150 ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി 1.5 ppm പാർട്സ് പെർ മില്യൺ. ഓക്കെ. അത് 37ാമത്തെ ക്വസ്റ്റ്യൻ. ദ ബാക്ടീരിയ വിച്ച് റിക്വയർസ് ഓക്സിജൻ ഫോർ ദെയർ സർവൈവൽ ഈസ് കോൾഡ്. ഏത് ബാക്ടീരിയയാണ് ഓക്സിജൻ ആവശ്യമുണ്ട് സർവൈവലിൽ? അനോറോബിക് ആണോ, എയറോബിക് ആണോ, ഫാക്കൾറ്റേറ്റീവ് ആണോ, പത്തോജനിക് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി എയറോബിക് ബാക്ടീരിയ. അനോറോബിക് ബാക്ടീരിയ ആണെങ്കിൽ ഓക്സിജൻ ഇല്ലാതെ വളരുന്നതിനെയാണ് അനോറോബിക്. ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണെങ്കിൽ നമുക്കതിന് എയറോബിക് ബാക്ടീരിയ ആണ്. ആണ് 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് കോമൺ കൊയാഗുലൻ്റ്. ഏതാണ് കൊയാഗുലൻ്റ്? കൊയാഗുലൻ്റ് ആയിട്ടുള്ള ഏതാണ്? മാഗ്നീഷ്യം സൾഫേറ്റ്, ഏലം, ക്ലോറിൻ, ബ്ലീച്ചിങ് പൗഡർ. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഏലമാണ്. അത് 39. ദ മീഡിയം യൂസ്ഡ് ഫോർ ഫ്ലഷിംഗ് വാട്ടർ ക്ലോസറ്റ് ഈസ്. ഫ്ലഷിംഗ് വാട്ടർ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണ്? സോയിൽ, വാട്ടർ, വേസ്റ്റ് വാട്ടർ, സീവേജ്. ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി വാട്ടർ. വാട്ടർ ആണല്ലോ യൂസ് ചെയ്യുന്നത്.
അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ ദ ട്രാപ്പ് പ്രൊവൈഡഡ് അറ്റ് ജംഗ്ഷൻ ഓഫ് ഹൗസ് ഡ്രെയിൻ ടു കൺവേ സീവേജ് ഫ്രം ബിൽഡിംഗ് ടു പബ്ലിക് സ്വീവർ. ഏത് ട്രാപ്പാണ്? നമ്മുടെ ഹൗസ് ഡ്രെയിൻ്റെ ജംഗ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു കൺവേ സീവേജ് ഫ്രം ബിൽഡിംഗ് നിന്ന് പബ്ലിക് സ്വീവറിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഏത് ട്രാപ്പാണ്? ഗള്ളി ട്രാപ്പാണോ, ഗ്രീസ് ട്രാപ്പാണോ, ഫ്ലോർ ട്രാപ്പാണോ, ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പാണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ്. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ ദ ഡ്രെയിനേജ് പൈപ്പ് ബേൺ ഓൺ അബ്സോർബൻ മെറ്റീരിയൽ. ദ ഡ്രെയിനേജ് പൈപ്പ് ഏത് അബ്സോർബൻ മെറ്റീരിയൽ ആണോ? ഷുഡാണോ, ഷുഡ് നോട്ട് ആണോ, മേ ഓർ മേ നോട്ട്? ഏതായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ദ ഡ്രെയിനേജ് പൈപ്പ് ഷുഡ് ബി ആൻ അബ്സോർബൻ മെറ്റീരിയൽ ആണ്. 42 യൂറോപ്യൻ ടൈപ്പ് വാട്ടർ ക്ലോസറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ് ടൈപ്പ് വാട്ടർ ക്ലോസറ്റ്. സ്ക്വറ്റിംഗ് ആണോ, കൊമേഡ് ആണോ, വെസ്റ്റേൺ ആണോ, ഈസ്റ്റേൺ ആണോ? യൂറോപ്യൻ ടൈപ്പിൻ്റെ വേറൊരു പേരാണ് കൊമോഡ് ടൈപ്പ് എന്ന് നമുക്ക് പറയാം. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ ദ പൈപ്പ് യൂസ്ഡ് ഫോർ വെന്റിലേഷൻ പർപ്പസ് ഈസ് കോൾഡ് ഡാഷ് പൈപ്പ്. വെന്റിലേഷൻ പർപ്പസ് ഉപയോഗിക്കുന്ന ഏത് പൈപ്പാണ്? എയർ ആണോ, വിൻഡ് ആണോ, ലൈറ്റ് ആണോ, വെൻഡ് പൈപ്പാണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, വെൻഡ് പൈപ്പ്. അത് 44ാമത്തെ ക്വസ്റ്റ്യൻ ദ ഹൗസ് ഡ്രെയിൻ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഡാഷ് ട്രാപ്പ് ഫോർ കണക്ടിങ് ഇറ്റ് ഫ്രം സ്വീവർ. ഹൗസ് ഡ്രെയിൻ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ഏതായിരിക്കും? നമുക്ക് സ്വീവറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഏത് ട്രാപ്പ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പാണ്. ഇൻ്റർസെപ്റ്റിംഗ് ട്രാപ്പ്. 45 ദ ടൈപ്പ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് എനി ലീക്കേജസ് ഇൻ ജോയിൻറ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ് യൂസ് ഫോർ ചെക്കിംഗ് എനി ലീക്കേജ് ഇൻ ജോയിൻറ്റ്സ്? ഹൈഡ്രോളിക് ടെസ്റ്റ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി ക്ലാസ്സിൽ. ഹൈഡ്രോളിക് ആണോ, എയർ ടെസ്റ്റ് ആണോ, സ്മെൽ ടെസ്റ്റ് ആണോ, സ്മോക്ക് ടെസ്റ്റ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, എയർ ടെസ്റ്റ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ഫോർ ലേയിങ് ഓഫ് പൈപ്പ് ലൈൻസ് ഡാഷ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ്. പൈപ്പ് ലൈൻസ് ലെയ്യാൻ വേണ്ടി ഏത് ടെസ്റ്റ് ആണ്? ഹൈഡ്രോളിക് ആണോ, എയർ ആണോ, സ്മെൽ ആണോ, സ്മോക്ക് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഹൈഡ്രോളിക് ടെസ്റ്റ്. ഗാൽവനൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് അയൺ മെറ്റൽ വിത്ത് ഡാഷ്. ഏതിലായിരിക്കും ഗാൽവനൈസേഷൻ എന്ന് വെച്ചാൽ കോട്ട് ചെയ്യാനുള്ളത്? അയൺ മെറ്റൽ വിത്ത് ഗാലിയം ആണോ, മഗ്നീഷ്യം ആണോ, സിങ്ക് ആണോ, അലുമിനിയം ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സിങ്ക്. അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ ദ മെറ്റൽ പ്രൊട്ടക്റ്റഡ് ബൈ ദ ലെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഓക്സൈഡ് ഈസ് ഡാഷ്. അയൺ ആണോ, അലുമിനിയം ആണോ, സിങ്ക് ആണോ, കോപ്പർ ആണോ? ഇറ്റ് ഈസ് അലുമിനിയം. ഓക്കെ. അടുത്ത 49ാമത്തെ ക്വസ്റ്റ്യൻ റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ബേസിക്കലി. റസ്റ്റിംഗ് ഓഫ് അയൺ തുരുമ്പടിക്കുന്നത് എന്താണ്? ഓക്സൈഡ്സ് ഓഫ് അയൺ ആണോ, റിഡക്ഷൻ ഓഫ് അയൺ ആണോ, തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് അയൺ ആണോ, ഇലക്ട്രോളിസിസ് ഓഫ് അയൺ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഓക്സിഡൈഷൻ ഓഫ് അയൺ ആണ്. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ വൺ ഓഫ് ദി ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ കോസിങ് കൊറോഷൻ ഓഫ് മെറ്റൽ. മെറ്റൽ കൊറോഡ് ചെയ്യാനുള്ള ഫാക്ടർ ഏതാണ്? അയൺ ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, മോയ്സ്ചർ ആണോ, ഓക്സിജൻ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, മോയ്സ്ചർ. മോയ്സ്ചർ കാണുമ്പോഴല്ലേ നമ്മൾ കൊറോഷൻ ഉണ്ടാകും, തുരുമ്പടിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമ്മുടെ നല്ല വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നിങ്ങൾ നോക്കണ്ട, കൂടുതൽ വേക്കൻസി കാണും എക്സാമിന്. ഓക്കെ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നമ്മുടെ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്നും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എല്ലാവരും മാക്സിമം നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ചേരാൻ നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ തനിയെ പഠിക്കുന്നവർ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ലപോലെ പഠിക്കുക. ഓക്കെ. എല്ലാവർക്കും ഇപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആണ്. 2 മാസം നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിക്കുക. ഓക്കെ. ഓക്കെ. താങ്ക് യു.